ഇന്ന് നടന്ന 8th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 score. First question, the hints of a revolt are given below. Identify the revolt. An armed rebellion against the British in 1899. This tribal revolt is known as Ulgulan. First option A, Cold Rebellion. B, Polygar Rebellion. Neelam, Peasant Revolt. And Munda Rebellion. അപ്പോൾ ഏതാണ് ആ ട്രൈബൽ റൈറ്റിനെ കോമൺലി വിളിക്കുന്ന പേര്? മുണ്ട റെബലിയൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അറേഞ്ച് ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞത്. ഡേവിഡ് റിക്കാർട്ടോ, J.A. Schumpeter, ദാദാഭായ് നവറോജി, കാൾ മാർക്സ്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, ദ ഡ്രെയിൻ തിയറി, തിയറി ഓഫ് റെൻറ്റ്, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എ, ബി, സി, ഡി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആൻസർ നോക്കിയേ. എ എന്നുള്ളത് 3 ആണ്, J.A. Schumpeter 4 ആണ്, ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറി ആണ്, കാൾ മാർക്സ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആണ്. സോ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. ഓപ്ഷൻ ഉള്ളത് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1. Okay, following the winter solstice, the apparent movement of the sun from the Tropic of Capricorn to the Tropic of Cancer is known as ഉത്തരായനം എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫോളോയിങ് ദ സമ്മർ സോളിസ്റ്റിസ് apparent movement of sun from the Tropic of Capricorn to the Tropic of Cancer is known as ദക്ഷിണായനം. ഉത്തരായനം ദക്ഷിണായനത്തിൻ്റെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം ഇതിൽ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ. അനലൈസ് ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. Option A, both the statements are correct. Statement 1 only is correct. C, statement 2 only is correct. Both the statements are not correct. നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റായിട്ട് തന്നെ കൊടുത്തതാണത്, ഉത്തരായനം ദക്ഷിണായനവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് both the statements are correct. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ. ഫോർട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്. ആര്യ മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. Sharada Sadan was started for the rehabilitation of widows. Pandita Rambai, Annie Besant, Savitribai Phule, Kittur Rani Chellamma. അപ്പോൾ നമുക്ക് ആൻസർ നോക്കുന്നത് പണ്ഡിത രാംബായി ഫോർട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ദ ആൻസർ ഇസ് പണ്ഡിത. Answer the questions from 5 to 7 in 2 or more sentences. Each carries 2 scores. Observe the world map and identify the line of longitude marked as P. Explain the characteristics ഓഫ് ദിസ് ലൈൻ. ഈ വേൾഡ് മാപ്പ് നോക്കിയേ, ഇവിടെ 180 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ പറയുന്ന പേരെന്താണ്? ബേസ്ഡ് ഓൺ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇസ് കൺസിഡർഡ് ആസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലേ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ബേസ്ഡ് ഓൺ ദ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇസ് കൺസിഡർഡ് ആസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് പറയുന്നത്. ട്രാവലേഴ്സ് ഹൂ മൂവ് വെസ്റ്റ്വേർഡ്സ് ക്രോസിംഗ് ദ ലൈൻ ആഡ് എ ഡേ ആൻഡ് ദ ട്രാവലേഴ്സ് ഹൂ മൂവ് ടുവേർഡ്സ് ദ ഈസ്റ്റ് കാൽക്കുലേറ്റ് ടൈം ബൈ ഡിഡക്റ്റിംഗ് എ ഡേ. അപ്പോൾ ഇത്രയും ഈ പാരഗ്രാഫാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് അതിൻ്റെ കൂടെ. എസ്റ്റിമേറ്റ് ദ ലോക്കൽ ടൈം അറ്റ് 15 ഡിഗ്രി വെസ്റ്റ് ആൻഡ് 15 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് വെൻ ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഇസ് 8 AM. 8 AM ഗ്രീൻവിച്ച് മീൻ ടൈം. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ടൈം 15 ഡിഗ്രി വെസ്റ്റിലെ 50 ഡിഗ്രി ഈസ്റ്റിൻ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 24 hours 360 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഓരോ അവറിലും ഇങ്ങനെയാണ് വരിക. 360 ഡിവൈഡഡ് ബൈ 24 എന്ന് പറയുന്നത് 15. ഓരോ 15 ഡിഗ്രിയിലും 1 hour ഡിഫറൻസ് വരുന്നത് അല്ലേ. 1 hour ഇവിടെ 15 ആണ് വരിക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം GMT ഗ്രീൻവിച്ച് മീൻ ടൈം 8 AM ആണെങ്കിൽ ഇപ്പോൾ 15 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുമ്പോൾ 1 hour കുറയും അല്ലേ. സോ ദ ആൻസർ ഹിയർ ഇസ്, ഇവിടെ 8 AM ആയിരുന്നു, ഹിയർ ഇറ്റ് വിൽ ബി 7 AM. ആൻഡ് 15 ഡിഗ്രി ഈസ്റ്റിൽ വരുമ്പോൾ 1 hour കൂടും. സോ 9. ഇതാണ് എൻ്റെ ആൻസർ. Complete the flowchart related to the time line of fundamental rights. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്ന കാർട്ട, പിന്നെ ഇവിടെ fill in the blanks ആണ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ദെൻ ബി 2 ഐറ്റംസ് ആണ് നമുക്ക് ഫിൽ ചെയ്യാനുള്ളത്.
നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് മാഗ്ന കാർട്ട, the first official document in the world to refer to the civil rights and liberties. മാഗ്ന കാർട്ട കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789 എഴുതാം. പിന്നെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ദ ലാസ്റ്റ് വൺ ആണ് ഇവിടെ ഫിൽ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഇസ് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ആൻസർ മനസ്സിലായി വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. എ built a house and B bought a luxury car. What kind of needs are fulfilled in both cases? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വീട് എന്ന് പറയുന്നത് ഷെൽട്ടർ, ഇറ്റ്സ് എ ബേസിക് നീഡ്. സോ എയുടെ ഫുൾഫിൽ ചെയ്ത നീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് നീഡ്. ബിയുടെയോ ലക്ഷറി കാർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബേസിക് നീഡ്, ഇറ്റ്സ് എ ഗ്രാറ്റിഫയിങ് നീഡ്. ഗ്രാറ്റിഫയിങ് നീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 8 to 11 in the 3 or more sentences. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹു ഡിസ്ക്രൈബ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞ ആൾ ആരാണ്? നമുക്കറിയാം, അംബേദ്കർ ആണല്ലേ. മെൻഷൻ ദ വേസ് ടു റീസ്റ്റോർ ദ റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അത് നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു റൈറ്റ്സിനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ ആൻഡ് സർട്ടിയോററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ബി. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇസ് ഡിഫറെൻറ്റ് ഫ്രം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. എലൂസിഡേറ്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് കൾച്ചറൽ എഡ്യൂക്കേഷൻ ആക്ടിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്താണ് പറയുന്നത് നോക്കാം. ദിസ് ആക്ട് ഇൻഷ്യൂർസ് ഫ്രീ, കമ്പൽസറി ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 and 14. 6 to 14 ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇനി അടുത്തത് പിന്നെ ചോദിച്ചിരിക്കുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർ ദ മീൻസ് ഫോർ മൈനോറിറ്റീസ് ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ദെയർ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്. Next question, question number 9. Name the viceroy who partitioned Bengal. How did the partition of Bengal strengthen the Swadeshi movement? Bengal പാർട്ടീഷൻ ചെയ്ത വൈസ്രോയ് ആരാണ്, എങ്ങനെയാണ് അത് സ്വദേശി മൂവ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്തതെന്നാണ്. നെക്സ്റ്റ് എന്താണ്, ഏത് വൈസ്രോയ് ആണ്? ലോർഡ് കുർസോൺ, ദ ബ്രിട്ടീഷ് വൈസ്രോയ് ആണ് പാർട്ടീഷൻ ചെയ്യാനായിട്ട് മുൻകൈ എടുത്തത്. അതെങ്ങനെയാണ് സ്വദേശി മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, സ്വദേശി മൂവ്മെൻറ്റിൽ The main mode of struggle of this movement was the use of Indian goods and boycott of British goods. Self-reliance was the main concept of the Swadeshi movement. The meaning and purpose of the Swadeshi movement was to promote the success of Swadeshi industries and other enterprises, which meant boycotting British products and thus depriving the government of trade revenue. Next question, explain the significance of Gandhian economic thoughts in contemporary India. Gandhian economic thoughts contemporary ഇന്ത്യയിലുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ആൻസർ നോക്കാം. ഗാന്ധിയൻ ഐഡിയാസിൽ വന്നത് എന്തൊക്കെയാണ്? ഓർഗനൈസ് ഗ്രാമപഞ്ചായത്ത്, ഫോസ്റ്ററിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് intoxicating drinks and drugs, injuries to health, uplift of scheduled caste and scheduled tribes and other weaker sections. Question number 11. Name the different seasons and explain the characteristics of any one of them. Different seasons ആണ് explain ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ ആൻസർ നോക്കാം. Due to the apparent shift in the position of the sun, different places experience specific weather patterns. These patterns are known as seasons. ഇനി എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ആൻഡ് വേരിയേഷൻസ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സോളാർ എനർജി ഈസ് ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ദ സീസൺസ്. ഇനി എന്തൊക്കെയാണ് സീസൺസ് എന്നുള്ളത്? ദ ഒക്കറൻസ് ഓഫ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ ഇൻ എ സൈക്ലിക് മാനർ ഡ്യൂറിംഗ് ദ ഇയർ ഇസ് കോൾഡ് സീസണൽ ചേഞ്ച്. ഇനി ഏതെങ്കിലും ഒരു സീസൺ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആണെങ്കിൽ പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവൽ ഇൻക്രീസസ്. സമ്മർ, ഓട്ടം, വിൻ്റർ, ഇതിൽ ഏതെങ്കിലും ഒരു സീസണെ പറ്റി എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. Question number 12. How did the permanent land revenue settlement and Ryotwari system affect Indian farmers? ഈ ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റും റിയോത്വാരി സിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ ഫാമേഴ്സിനെ അഫക്റ്റ് ചെയ്തത്? നമുക്ക് ആൻസർ നോക്കാം. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ഫീച്ചേഴ്സ് ആദ്യം ഇതാ. The zamindars who were the landlords collected high taxes on behalf of the British.
ഈ ഒരു ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൽ കൂടി. അപ്പോൾ എന്താണ് കർഷകർക്ക് സംഭവിച്ചത്? ഫാമേഴ്സ് വർ റിക്വയർഡ് ടു പേ എ ഫിക്സ്ഡ് എമൗണ്ട് ആസ് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ഈൽഡ്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതുന്നുണ്ട്. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റയോത്ത്വാരി സിസ്റ്റമാണ്. അത് വന്നപ്പോൾ അതിൻ്റെ എന്താണ് പ്രത്യേകത? പെസൻസ് വെയർ കൺസിഡർഡ് ആസ് ലാൻഡ് ലോഡ്സ്. ദ ബ്രിട്ടീഷ് കളക്ടഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. അപ്പോൾ ദ ബ്രിട്ടീഷ് സീസ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹു ഫെയിൽ ടു പേ ടാക്സസ് പേ ചെയ്യാത്തവരുടെ സ്ഥലമൊക്കെ അവർ സീസ് ചെയ്തു, അവർ ഏറ്റെടുത്തു. Next question number B. The Neelam peasant revolt of 1859 in Bengal was the most important agrarian revolt against the British colonial rule. Explain the circumstances that led to this revolt. നീലം പെസൻറ്റ് റിവോൾട്ടിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. So let's see the answer. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. The Neelam peasant revolt in Bengal was the most important agrarian revolt against the British colonial rule. അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റൻസസ് എന്തുകൊണ്ടാണ് അത് വരാൻ കാരണം? ഫസ്റ്റ് പോയിന്റ്, the British planters forced the farmers to cultivate the indigo plant for the factories established in the villages. Next, indigo produced from the Amari plant could be sold only to the British. ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. The British paid less than the market price for the indigo to the farmers. It led to severe food store shortage, exploitation and economic hardship. With the discovery of artificial dyes, the demand for indigo decreased and poverty increased. Left with no other option, the peasants turned to the path of agitation against the British. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇത്രയും ഉള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ, അതിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനൊരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. Next question, 13th question. Explain the circumstances that led to strengthen Indian nationalism based on the given hints. ഇപ്പോൾ ഹിൻസ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണലിസം സ്ട്രെങ്തൻ ചെയ്യാൻ ഉണ്ടായ കാരണങ്ങൾ. ഇവിടെ ഓപ്ഷൻസ് ഹിൻസ് കൊടുത്താണ്. എക്കണോമിക് പോളിസി, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പോൾ ആൻസർ നോക്കാം. ഫസ്റ്റ് ഹിൻഡ് ഇസ് എക്കണോമിക് പോളിസി അല്ലേ. അപ്പോൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ എയിം ഓഫ് ദ British. The policies adopted by them for this led to unemployment and poverty in India. As a result, various categories like farmers, artisans, small traders and tribal communities started fighting against the British. നെക്സ്റ്റ് ഹിൻഡ് കൊടുത്തിരിക്കുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫും കൂടി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവും. Next question, 14th question. Raja Ram Mohan Roy initiated the social reforms in India. Explain the major activities of Raja Ram Mohan Roy in social reform movement. Raja Ram question. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Next question, the revolt of 1857 was an organized rebellion in India against the British. Analyze the revolt based on the following hints. Hints അതൊക്കെയാണ്. The doctrine of lapse, dissatisfaction of the Indian soldiers. അപ്പോൾ 1857 നടന്ന സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അതിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ 2 പോയിൻറ്റ്സും വെച്ചിട്ട്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അതിനെ പറ്റി ഈ ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സോൾജിയേഴ്സ്. അതിൻ്റെ ആൻസർ ഇതാണ്. ആൻഡ് ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കമ്പയർ സമ്മർ സോൾസ്റ്റിസ് ആൻഡ് വിൻ്റർ സോൾസ്റ്റിസ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡ്രോ എ ഡയഗ്രാം അബൌട്ട് ബോത്ത് ഓഫ് ദം ആൻഡ് എ പാരഗ്രാഫ് about it, then you will get full marks. Okay, thank you for watching, children. If you like my video, please subscribe my channel.